അടുത്ത ഇസ്ലാമിക് സ്പീച്ച് ആണ്. മാഷാഅല്ലാഹ്, ഇസ്ലാമിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വലിയ പ്രാസംഗികയോ അല്ലെങ്കിൽ വളരെ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് കട്ടി വാക്കുകളൊക്കെ പറഞ്ഞുള്ള പ്രാസംഗം എന്നതിന് അപ്പുറത്തേക്ക് ഒരു വിഷയത്തെ അതിന്റെ ഓതന്റിസിറ്റിയോടുകൂടി, അതിന്റെ ഒരു പ്രാമാണികതയോടുകൂടി, ആധികാരികതയോടുകൂടി അവതരിപ്പിക്കുക എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പൊ ഒരിക്കലും വലിയ പ്രസംഗിക്കുന്ന ആൾക്കാരെ അല്ല, പകരം നമ്മളൊരു വിഷയം പഠിച്ചാൽ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഏറ്റവും നല്ല സോഴ്സ് ദാവ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാർ. അങ്ങനെ എല്ലാവർക്കും ചുരുക്കി പറഞ്ഞാൽ ഓരോ സിസ്റ്റേഴ്സിനും അങ്ങനെ കഴിവുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അതിനൊരു പ്രത്യേക കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ നമ്മൾ കണ്ടെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് അക്കാദമി ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിക് സ്പീച്ച് ചെറിയ കാറ്റഗറി 1 ഒക്കെ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടിരുന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. നല്ല മക്കളൊക്കെ നല്ല രീതിയിൽ അവതരണങ്ങളൊക്കെ നടത്തുന്ന ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഏവർക്കും തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ ഇസ്ലാമിക് സ്പീച്ചിൽ കാറ്റഗറി 1 ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സയ്യിദ് ഇബ്നു ഹഫീൽ മകനാണ്. സയ്യിദ് ഇബ്നു ഹഫീൽ, 4 വയസ്സുള്ള മോന്റെ സംസാരം നല്ല രസമായിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മക്കളുടെയൊക്കെ അവസാനഘട്ട മത്സരത്തിന്റെ റെക്കോർഡിങ്സ് വീഡിയോ, ചെറിയ ഷോർട്ട് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാത്ത ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സെഷന് ശേഷം നാളെയൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ വീഡിയോസ് ഇറക്കുന്നുണ്ട് കുട്ടികളുടെ ആ ഒരു മത്സരത്തിന്റെ ചെറിയ ചെറിയ പോർഷൻസ് ഇൻഷാ അല്ലാഹ്. അപ്പൊ 4 വയസ്സുള്ള ഹഫീൽ അഹമ്മദിന്റെയും ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് ഉസ്മാന്റെതും ആയിട്ടുള്ള മകനായിട്ടുള്ള സെയ്ദ് ബിൻ ഹഫീലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്. അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഷെയ്ഹ ഷഫീഖിനാണ്. 5 വയസ്സുള്ള മകളാണ്. ഷഫീഖ് അബ്ദുറഹ്മാനിന്റെയും സജീഹ മുഹമ്മദ് ഷെരീഫിന്റെയും മകളായിട്ടുള്ള ഷെയ്ഹ ഷഫീഖിനാണ് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ തേർഡ് പ്രൈസ് നമുക്ക് ഇസ്ലാമിക് സ്പീച്ചിൽ കാറ്റഗറി 1 വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഇവർക്ക് രണ്ടാൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കണം. ഇൻഷാ അല്ലാഹ് ലാസ്റ്റിലേക്ക് വിളിക്കുന്നതായിരിക്കും. പിന്നെ ഇസ്ലാമിക് സ്പീച്ച് കാറ്റഗറി 2 ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അംന ഫറൂഖ് മോൾക്കാണ്. 10 വയസ്സുള്ള അംന ഫറൂഖിനാണ്. റനീസ ഹമീദ് ഉഖ്തീന്റെ മകളായിട്ടുള്ള അംന ഫറൂഖിനാണ്. കണ്ണൂരുള്ള മകളാണ്. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീകി അംന. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫിദ ഫാത്തിമ കെ എസ്. ഫിദ ഫാത്തിമ കെ എസിനാണ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. 11 വയസ്സുള്ള മകളാണ് അസ്ന ഉഖ്തീന്റെ മകളായിട്ടുള്ള ഫിദയ്ക്ക്. വേറൊരു സെഷനിലും പ്രൈസ് ഉണ്ട് കേട്ടോ മാഷാഅല്ലാഹ്. 2 പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫിദയ്ക്ക് മാഷാഅല്ലാഹ്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇൻഷാ മറിയത്തിനാണ്. ഇൻഷാ മറിയം, 10 വയസ്സുള്ള സിൻഡ ഇല്യാസിന്റെ മകളായിട്ടുള്ള ഇൻഷാ മറിയത്തിനാണ് തേർഡ് പ്രൈസ് ഇസ്ലാമിക് സ്പീച്ച് കാറ്റഗറി 2 ലഭിച്ചിട്ടുള്ളത്. ഇവരുടെയൊക്കെ പാരന്റ്സ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഇസ്ലാമിക് സ്പീച്ച് കാറ്റഗറി 3 ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫസ്മിന ബിൻത്ത് ഷൗക്കത്ത് ഉഖ്തിക്കാണ്. ഫസ്മിന ബിൻത്ത് ഷൗക്കത്ത് അലിയുടെയും സൽമത്ത് ഉഖ്തിന്റെയും മകളായിട്ടുള്ള ഫസ്മിന ഉഖ്തിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് മബ്റൂക്, ബറകല്ലാഹു ഫീകി, അഹ്സൻത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആയിഷ ബിൻത്ത് നാസറിനാണ്. ആയിഷ ബിൻത്ത് നാസർ, 17 വയസ്സുള്ള നാസറിന്റെയും ഷമീറ ഉഖ്തിന്റെയും മകളായിട്ടുള്ള ആയിഷ ബിൻത്ത് നാസറിനാണ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. തേർഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് നഹിദ നജുമുദ്ദീൻ ഉഖ്തിക്കാണ്. നഹിദ നജുമുദ്ദീൻ, 18 വയസ്സുള്ള നജുമുദ്ദീന്റെയും ഷഹ്ന ഉഖ്തിന്റെയും മകളായിട്ടുള്ള നഹിദ നജുമുദ്ദീൻ ആണ് തേർഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. ഇനി ഇസ്ലാമിക് സ്പീച്ച് കാറ്റഗറി 4 നല്ല രസമായിരുന്നു. കാറ്റഗറി 4ന്റെ മത്സരം പക്ഷെ നമുക്കിങ്ങനെ ഒരുപാട് അത്ഭുതം തോന്നിപ്പോയി. കാരണം നല്ല രീതിയിലുള്ള അവതരണമായിരുന്നു അഖവാത്തുകൾ എല്ലാവരും നടത്തി. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും നല്ല അവതരണം 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫർസാന ജബിൻ ബിൻത്ത് അലിയാണ്. ഫർസാന ജബിൻ ബിൻത്ത് അലി, 30 വയസ്സുള്ള സൈനബിന്റെ മകളായിട്ടുള്ള ഫർസാന ജബിൻ ബിൻത്ത് അലിയാണ്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് കാറ്റഗറി 4 റമീസ നസ്റിൻ ബിൻത്ത് അബ്ദുൽ ഗഫൂർ ആണ്. റമീസ നസ്റിൻ ബിൻത്ത് അബ്ദുൽ ഗഫൂർ, 23 വയസ്സുള്ള റംല ഉഖ്തിന്റെ മകളായിട്ടുള്ള റമീസ നസ്റിൻ ബിൻത്ത് അബ്ദുൽ ഗഫൂർ. തേർഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് നദീറ ഉഖ്തിക്കാണ്. 46. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആണ്. മാഷാ അല്ലാഹ്, കണ്ടപ്പം വയസ്സ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. 46 വയസ്സുള്ള ഒരു ഉമ്മ, നദീറ ഉമ്മയാണ് നമുക്ക് തേർഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ആയിഷ ഉഖ്തിന്റെ മകളായിട്ടുള്ള നദീറ ഉഖ്തി. നദീറ ഉഖ്തിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കണേ. നമുക്ക് നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കാൻ അതിയായ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പൊ ഇനി അടുത്ത അപ്പം ഇസ്ലാമിക് സ്പീച്ചിന്റെ 4 കാറ്റഗറി റിസൾട്ട് അനൗൺസ്മെന്റും കഴിഞ്ഞു. ഇനി സീറ ചരിത്രാവതരണ മത്സരത്തില് കാറ്റഗറി 1 മത്സരം ഉണ്ടായിരുന്നില്ല. കാറ്റഗറി 2 ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആയിഷ ഇസ്സക്കാണ്. ആയിഷ ഇസ്സക്
ഇസ്സയ്ക്കാണ്. 11 വയസ്സുള്ള മജിദ ഉഖ്തീന്റെ മകളായിട്ടുള്ള ആയിഷ ഇസ്സയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫിദ ഫാത്തിമയ്ക്ക് തന്നെയാണ്. ഫിദയ്ക്ക് 2 സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ. ഇസ്ലാമിക് സ്പീച്ചിനും ഉണ്ട്, ആം, ചരിത്രാവതരണത്തിനുണ്ട്. ബാറക്കല്ലാഹു, 2 മബ്രൂക്ക് മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും, ഫീക്ക് ഉഖ്തി, ഫിദന്റെ ഉമ്മക്ക് മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആയിഷ അനും ആണ്. 11 വയസ്സുള്ള ആയിഷ അനുമിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കാറ്റഗറി 2-ൽ. മാഷാ അല്ലാഹ്. ഇനി സീറയുടെ കാറ്റഗറി 3 ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇഫ ഹന്ന ഉഖ്തിക്കാണ്. ഇഫ ഹന്ന മോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മിസ്ബുൽ ആലിയ, 14 വയസ്സുള്ള മിസ്ബുൽ ആലിയക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫൻസ ഫാത്തിമയ്ക്കാണ്. 12 വയസ്സുള്ള ഫൻസ ഫാത്തിമയ്ക്കാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കാറ്റഗറി 3 സീറ പ്രസന്റേഷനിൽ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇനി കാറ്റഗറി 4 സീറ പ്രസന്റേഷന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നിഷ്മ ബിൻത്ത് സൗക്കത്തിനാണ്. നിഷ്മ ബിൻത്ത് സൗക്കത്ത്, 34 വയസ്സുള്ള നിഷ്മ ഉഖ്തിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫാസില പി ജെ ബിൻത്ത് അബ്ദുൽ ജലീലിനാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് 38 വയസ്സുള്ള ഫാസില ഉഖ്തിക്കാണ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ 2 പ്രൈസ് മാത്രമേ സീറ പ്രസന്റേഷൻ കാറ്റഗറി 4-ൽ വന്നിട്ടുള്ളൂ. അൽഹംദുലില്ലാ എല്ലാവർക്കും, അപ്പൊ ഏകദേശം 3 മത്സര ഇനങ്ങളിലും എല്ലാവർക്കും ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ബറക്ക ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരോടുമായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടി. ഇത് നിങ്ങൾക്കുള്ളൊരു പ്രചോദനമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ, ഇപ്പൊ മക്കളെ വിഷയത്തിലാവട്ടെ മുതിർന്ന ആൾക്കാരാവട്ടെ, എല്ലാവരും തന്നെ ഒരു മനസ്സിലൊരു കിബറോ ഒരു തരത്തിലും നമ്മൾ പൂർത്തിയായെന്നൊരു ചിന്ത വരിക്കില്ല ഒരിക്കലും. താലിബത്തുൽ ഇൽമിന്, താലിബാത്തുൽ ഇൽമുകൾക്ക് അങ്ങനെ ഒരു സംഭവം വരേയില്ല. എങ്കിലും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ ഈ പ്രൈസിനെ കാണണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുന്നോട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ചെറിയ മക്കളെ മുന്നോട്ട് നിങ്ങൾ പഠിപ്പിക്കണം. മുതിർന്ന ആൾക്കാരാണെങ്കിലും മുന്നോട്ട് നിങ്ങൾ ദാവത്തിലും മറ്റ് ഇൽമ എടുക്കാനും ഒക്കെ നിങ്ങൾ മുന്നോട്ട് അധികമായിട്ട് വരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ബറക്ക ചെയ്യട്ടെ. എപ്പോഴും റബ്ബന സിദ്ന ഇൽമ എന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പതിവാക്കണം. അല്ലാഹു നിങ്ങൾക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ. ഇനി അവസാനമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു മത്സരം ഇത്ര ഭംഗിയായിട്ട് നടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു നല്ലൊരു ടീം ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അവരെ പ്രത്യേകിച്ച് അവരെ ഓർക്കാണ്ട് നമുക്കിത് പറയാണ്ടിരിക്കാൻ പറ്റൂല. സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത ഒന്നായതുകൊണ്ടാണ് നമുക്ക് അവരെ ഒന്നും ശരിക്കും അവരെ ഉൾപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ അവരുടെയൊക്കെ സംസാരങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ നമുക്ക് സമയക്കുറവും പെട്ടെന്ന് അറേഞ്ച് ചെയ്തതും ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു മത്സരം വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒരു ഒരു തരത്തിലും ഒരു മിസ്റ്റേക്സ് ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റിയതിന്റെ അള്ളാന്റെ തൗഫീഖ് കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹ് ഈ കോർഡിനേറ്റേഴ്സിന്റെ ഹെൽപ്പ് ആയിരുന്നു. വളരെ താങ്ക്സ് എല്ലാവരോടും. കാരണം ബാറക്കല്ലാഹു ഫീക്കും ജസാകുന്നല്ലാഹു ഖൈറ കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും. 4 പ്രധാനപ്പെട്ട കോർഡിനേറ്റേഴ്സ് ആയിരുന്നു മാഷാഅല്ലാഹ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച്. നിങ്ങൾ ഓരോ കാറ്റഗറിയിലും ഏൽപ്പിക്കപ്പെട്ട 4 കോർഡിനേറ്റേഴ്സ്. നമ്മളെ ജദീറ ഉഖ്തി ആയിരുന്നു ഫസ്റ്റ് കാറ്റഗറി, റസ്ല ഉഖ്തി സെക്കൻഡ് കാറ്റഗറി കോർഡിനേറ്റർ ആയിരുന്നു, ഷിറിൻ ഷഹാന ഉഖ്തി ആയിരുന്നു തേർഡ് കാറ്റഗറി കോർഡിനേറ്റർ, ഖദീജ അസ്ന ആയിരുന്നു ഫോർത്ത് കാറ്റഗറി. അപ്പൊ ഈ 4 കാറ്റഗറി കോർഡിനേറ്റേഴ്സും നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും ഓരോ മത്സരാർത്ഥികളുടെയും ഡൗട്ട്സുകളും നിങ്ങളുടെ മെസ്സേജുകൾ ക്ലിയർ ചെയ്യുന്നതാവട്ടെ, എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിലുള്ള ഒരു വർക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അവർ ചെയ്തതിനുള്ള തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും. ഒരുപാട് സന്തോഷം. നിങ്ങളെ പ്രത്യേകം അക്കാദമിയുടെ നന്ദി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ജസാകുന്നല്ലാഹു ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം തന്നെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ടീം തന്നെയാണ് നമ്മൾ ജഡ്ജസ് ഫാക്കൽറ്റി. സത്യം പറഞ്ഞാല് അവര് ഓരോ ഘട്ട മത്സരങ്ങൾ നടക്കുമ്പോഴും വളരെ ഭംഗിയായിട്ടാണ് അവര് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തത്. സത്യം ഒരുപാട് തിരക്കുള്ള ആൾക്കാർ, ഒരുപാട് സ്വന്തമായിട്ട് ക്ലാസ്സസ് എടുക്കുന്നതും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നതും ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകളുള്ള തലബുൽ ഇൽമിന്റെ പാതയിലും ദഅവ ചെയ്യുന്ന പാതയിലും ഒക്കെ തിരക്കുള്ള കുറെ അഹ്വാത്തുകളായിരുന്നു നമ്മളെ ജഡ്ജസ് ആയിട്ടുള്ള. അപ്പൊ അവരുടെ തിരക്കിനിടയിലും അവര് ഓരോ മത്സരാർത്ഥികളുടെയും മത്സരങ്ങൾ അരമണിക്കൂർ, ചിലപ്പോൾ ഒരു അരമണിക്കൂറും 20 മിനിറ്റ് ഒക്കെയാണ് ഓരോരുത്തർക്കും എടുക്കുന്ന സമയം. അപ്പൊ ലൈവായിട്ടുള്ള ജഡ്ജ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി നല്ലപോലെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും
ഓരോ മൊമെന്റ്സും ഓരോ സെക്കൻഡ്സും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളുടെ മീസാനിൽ വലിയ വലിയ ഖനം തൂങ്ങുന്ന അമലുകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അജറുകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ ജഡ്ജസ് ആയിട്ടുള്ള അഖവാത്തുകളുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കാം. അവരെ ഒന്നും പറഞ്ഞു പോകാണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ജഫ്രീൻ ഉഖ്തി ഉണ്ടായിരുന്നു, അതുപോലെ ജാനിഫ മുഹമ്മദ് ഉഖ്തി മാഷാ അള്ളാ, അതുപോലെ സാനിയ താജുദ്ദീൻ, ഹസീന ഉഖ്തി ഉണ്ടായിരുന്നു മാഷാ അള്ളാ, അതുപോലെ ലുബൈബ ഉഖ്തി ഉണ്ടായിരുന്നു, അർഷദ ഉഖ്തി, സാജിദ ഉഖ്തി, ആയിഷ അത്തലിയ ഉഖ്തി ഉണ്ടായിരുന്നു, റംല ബിൻത്ത് ഹൈദ്രസ്, ആയിഷ ഷസ്ലിൻ, ആയിഷ നസ്റിൻ, അലീന ഉഖ്തി, ഷാഹിന അബ്ദുള്ള ഉണ്ടായിരുന്നു, അമീന ഉഖ്തി, ഫാത്തിമ ചെന്നൈ, നാദിയ മുഹമ്മദ്, തൻസീല, സെമീന, ഷാക്കിറ ബാനോഖ്തി, താഹിറ ഷിറോൺ, ഇവരൊക്കെയായിരുന്നു മാഷാ അള്ളാ നമ്മളുടെ ജഡ്ജിങ് പാനലായിട്ട് ഉണ്ടായിരുന്നത്. ഇവർക്കൊക്കെ വേണ്ടി എല്ലാവരും, പ്രത്യേകിച്ച് നമ്മളുടെ മക്കള്, ചെറിയ മക്കളും മത്സരത്തിൽ പങ്കെടുത്തവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാട്ടോ ഇൻഷാ അള്ളാ. ജസാക്കുമുല്ലാഹു ഖൈറ അഖവാത്ത്. അൽഹംദുലില്ലാ. ഇനി നമ്മളുടെ അക്കാദമി ഫാമിലിക്കാണ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്, പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. കാരണം ഇതിന്റെ കൂടെ ഈ ഒരു മത്സരത്തിന് നമുക്ക് എല്ലാ സപ്പോർട്ടും നമ്മളെ ഷെയർ ചെയ്തിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ കൂടെ നിന്ന നമ്മളുടെ എല്ലാമായ നമ്മളുടെ എൻക്യു ഫാമിലി, എൻക്യു പാനൽ മെമ്പേഴ്സ്, നമ്മളുടെ സ്റ്റുഡൻസ്, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പഠിക്കുന്ന നമ്മളുടെ അക്കാദമിയിലത്തെ ഓരോ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുള്ളൂ. സ്റ്റുഡൻസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ അഖവാത്തിനോടും ഹൃദയത്തിൽ തട്ടിയ ജസാകുന്നല്ലാഹു ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് ഏവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. എപ്പോഴും എന്നും അക്കാദമിയുടെ കൂടെ ചേർന്ന് നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആമീൻ. അതുപോലെ തന്നെ നമ്മളുടെ ഓൾ ദ കാൻഡിഡേറ്റ്സ്, അതായത് പങ്കെടുത്തിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും, നിങ്ങൾ ഓരോരുത്തരും വിജയികളാണ്. വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം. ശരിക്കുള്ള വിജയം ഇവിടെ അല്ല, ശരിക്കുള്ള വിജയം നാളെ ആഖിറത്തിലാണ്. അപ്പൊ അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം. സാബിഖൂനല്ലേ, നമ്മൾ അങ്ങനത്തെ ഖൈറാത്തുകളിൽ മുന്നേറുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. ഒരിക്കലും ഇതൊരു നിരാശ ബാധിക്കരുത്. നിങ്ങൾ ഇനിയും ഇനിയും നല്ല നല്ല ഇതുപോലുള്ള മത്സരങ്ങളിലും ഇൽമ എടുക്കാനും ഒക്കെ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യാം. അതിലൂടെ ഒരുപാട് ഹൈറുകൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ.